വീട്ടുകാർ പണ്ട് മുതലേ പറയും കുറച്ച് 5 മിനിറ്റ് നേരത്തെ ഇറങ്ങാൻ. കേൾക്കത്തില്ല, ബസ് പോയി ഗൈസ്. ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അടുത്ത വന്നവരവിടെ ഇരുന്ന് പിന്നെ കിട്ടി നേരെ കയറി. പിന്നെ നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട്. എനിക്ക് എന്നാ പറയാമെന്ന് ആലോചിക്കണം. എനിക്കാണെങ്കിൽ ഇവിടെ ഈ 8 മണിക്ക് ക്ലാസ്സും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കണം കറക്റ്റ് ഞാൻ 8-ന് ചെല്ലുമെന്നാണ് കാണിച്ചേക്കണേ. ഈ പുള്ളിയാണെങ്കിൽ അടിത്തൂങ്ങിയാണ് പോണത്, കണ്ടില്ലേ ലാലാല വടിയ ബസ് ഓടിക്കണം. അതൊക്കെ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് ഏത് കൊണ്ട് ആരും ഇതൊന്നും ഇതിനകത്ത് ഇല്ലെന്നേ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ 3 മിനിറ്റ് മിച്ചമുള്ളപ്പോൾ തന്നെ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വേറെ ബിൽഡിങ്ങിലാണ് എൻ്റെ ക്ലാസ്. ഇവർക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു ക്ലാസ് ഇല്ല ഗൈസ്. ഞാൻ പ്രത്യേകിച്ച് പറയാണ്, ഇവർ തോന്നുന്നിടത്താണ് അവർ കൊണ്ടുപോയി ക്ലാസ് വെക്കുന്നത്. എനിക്കിന്ന് വെച്ചേക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ 2-3 ബിൽഡിംഗ് അപ്പുറമുള്ള ഒരു ബിൽഡിങ്ങിലാണ് ക്ലാസ് വെച്ചേക്കണം. ക്ലാസ് അല്ല, അതൊരു ലാബിൻ്റെ ഇതാണ്. പക്ഷേ ഇത് നടക്കണ്ടേ കാര്യം 10 മിനിറ്റ് വാക്കെന്തോ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഓടിപ്പടച്ചൊക്കെ ചെന്നില്ല. അതിൻ്റെ ഉള്ളിലാണ് ക്ലാസ്. ഞാൻ അവിടെ ചെന്ന് പുള്ളി എന്നോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല കാര്യം, ജസ്റ്റ് അവർ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഈ റോബോട്ടിക്സിൻ്റെ ഒക്കെ പരിപാടി വെച്ചാൽ അപ്പോൾ നമ്മുടെ ഇമോഷനും കാര്യമൊക്കെ ഡിറ്റക്ട് ചെയ്ത് അവർക്കൊരു ജസ്റ്റ് ഒരു റഫായിട്ട് കുറച്ച് കാര്യമൊക്കെ അനലൈസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് അവിടെ ഒരു ആട്ടുമ്പനെ പോലൊരു സാന്നിധ്യപ്പുണ്ട്. നമ്മളില്ലേ അവനായിട്ടാണ് ഇന്ന് ഇടപെടാൻ പോകുന്നത്. പയ്യനാൾ പുലിയാണ്, കാണുന്ന പോലെയൊന്നും അല്ല. ആകെ 3 പേരല്ലേ ഉള്ളൂ. എന്നിട്ട് അവൻ്റെ അഹങ്കാരം നോക്കണേ. നമുക്കൊരു 3 പേപ്പറും തന്നിട്ടുണ്ട്. ഇത് മൊത്തമായിട്ടൊന്ന് വായിച്ച് ചെയ്യാനും പറഞ്ഞു. പുല്ല് എനിക്ക് പണ്ടോട്ടേ വായിക്കണ കലിയാണ്. എന്നാ പറയാൻ, അവനെ എരിപ്പണ്ണല്ലേ തലക്കെട്ട് അടി കൊടുക്കണം അവൻ്റെ. അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂറിൻ്റെ പരിപാടി അല്ലായിരുന്നു. ഇനി നേരെ നമുക്ക് അങ്ങ് ഇറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ സമയം നോക്കിയത് 1 മണി കഴിഞ്ഞ്. ഇനി നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് ഫുഡ് അടിക്കണം. ഏത് ഫുഡ് മുഖ്യമാണ് ബിഗിലേ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് നേരെ ഇവിടെ അടുത്തൊരു ക്യാൻറ്റീനുണ്ട്, അങ്ങോട്ട് പോകും. പക്ഷേ ഇനിയും നടക്കണം 10 മിനിറ്റ്.